കോഴിക്കോട് നഗരത്തിൽ വീണ്ടും സ്വകാര്യ ബസ് ജീവനക്കാരുടെ അഴിഞ്ഞാട്ടം എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. കാരണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ചികിത്സ കഴിഞ്ഞ് മടങ്ങിയ ഒരു കുടുംബത്തെ ഈ സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ ആക്രമിച്ചതായി പരാതി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. സ്റ്റോപ്പിൽ ഇറക്കാത്തത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഗൃഹനാഥനെയാണ് മർദ്ദിച്ചത്. എന്തായാലും ഗൃഹനാഥന്റെ പ്രതികരണം എത്തിയിട്ടുണ്ട്. അതിലേക്ക് ആദ്യം കയറിയാൽ സ്വാഭാവികമായിട്ട് ഞങ്ങൾ പറയണ കണ്ടക്ടറോട് പറയും റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തിയാൽ ഒന്ന് പറയണമെന്ന്. അങ്ങനെ ഞാൻ ആ കണ്ടക്ടറോടും പറഞ്ഞു. അങ്ങനെ ഞാൻ വണ്ടി പോകുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തിയാൽ പറയുമല്ലോ എന്നുള്ള ധാരണയിലാണ് വന്നത്. പക്ഷേ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ട് പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇയാളോട് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ കുറേ വിളിച്ച് പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ നമ്മൾക്ക് നേരെ കുരയ്ക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു, സുഹൃത്തെ, ഞാൻ മലപ്പുറം ജില്ലയിൽ തിരൂരുള്ളതാണ്, എനിക്കിവിടെ പരിചയമില്ല, അതുകൊണ്ടാണ് നിങ്ങളെപ്പോലത്തെ ആൾക്കാരോട് നമ്മളത് പറയണത് എന്ന് പറഞ്ഞപ്പോൾ ഇവന് അവിടെ വണ്ടി നിർത്തുകയും എൻ്റെ ഭാര്യ മക്കളെയും അവിടെ ഇറക്കുകയും ചെയ്ത്. ഇറക്കി എൻ്റെ മകള് വീണില്ല. അപ്പോൾ ഇതിനവൻ വണ്ടി എടുത്ത് പോയി. ശരി, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ആദ്യം ഗോകുലിനോട് ചോദിച്ചറിയാം. മറ്റു വാർത്തകളുമുണ്ട് കോഴിക്കോട് നിന്ന്. ആദ്യം ഗോകുൽ, ഈ ഒരിക്കലും അവസാനിക്കാത്ത ഒരു വിഷയമാണ് ഒരുപക്ഷെ ഈ സ്വകാര്യ ബസ് ജീവനക്കാർക്ക് ഈ സാധാരണക്കാരോടുള്ള ഈ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ നമ്മുടെ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം ഉള്ളവ മറ്റുള്ളവർക്ക് അടിയറവ് പറയേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് വിഷമിക്കേണ്ടിയിരിക്കുന്നു. അതെ അനു, ഈ ഇത്തരത്തിലൊരു സംഭവം നടന്നത് ഇന്നലെ രാത്രിയാണ്. രാത്രി 7:45 കൂടിയിട്ടാണ്. തൻ്റെ മകളുടെ ചികിത്സാർത്ഥം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന വഴി അദ്ദേഹം മലപ്പുറം സ്വദേശിയാണ്, തിരൂർ സ്വദേശിയാണ്. അദ്ദേഹം ബസ്സിൽ കയറി കണ്ടക്ടറോട് പറയുന്നുണ്ട്, താൻ ഇവിടെ ആദ്യമായിട്ടാണ്, എനിക്കിവിടെ വലിയ പരിചയമില്ല, റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴൊന്ന് പറയണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ടിക്കറ്റ് എടുക്കുന്നത്. നമ്മളൊക്കെ സാധാരണ അങ്ങനെ തന്നെയാണ്. അറിയാത്ത സ്ഥലങ്ങളിൽ എത്തിപ്പെടുന്ന സമയത്ത് ഈ രീതിയിൽ സ്ഥലം എത്തുമ്പോൾ പറയണം എന്ന രീതിയിലാണ് കണ്ടക്ടറോട് ആവശ്യപ്പെടുക. അതുപ്രകാരം മലപ്പുറത്ത് നിന്ന് വന്ന കോഴിക്കോട് വലിയ പരിചയമില്ലാത്ത ആൾ കണ്ടക്ടറോട് പറയുകയും അതുപ്രകാരം ടിക്കറ്റ് എടുക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ കൂടെ ഭാര്യയും മകളും ഉണ്ടായിരുന്നു. ഭാര്യയുടെ അരക്ക് കീഴ്പോട്ട് തളർന്നതുമായി ബന്ധപ്പെട്ട് 15 ദിവസത്തോളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞതിന് ശേഷം തിരികെ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാര്യയും മകളും ബസ്സിലും മുൻപിലെ സീറ്റിലും ഇദ്ദേഹം പുറകിലുമായിരുന്നു ഇരുന്നത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു എന്ന് മനസ്സിലായതിനു ശേഷം ഇദ്ദേഹം സ്വാഭാവികമായും പുറത്തേക്ക് നോക്കിയ സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു. അപ്പോൾ ഇദ്ദേഹം കണ്ടക്ടറോട് ആവശ്യപ്പെടുന്ന സമയത്താണ് കണ്ടക്ടർ ഇദ്ദേഹത്തോട് തട്ടിക്കയറുന്നത്. താങ്കളോട് ഞാൻ എത്ര തവണ പറഞ്ഞതാണ് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു എന്ന്. എന്നാൽ അദ്ദേഹം അത് കേട്ടിരുന്നില്ല. അതുപ്രകാരം വാക്കുതർക്കം ഉണ്ടായി. ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ ഭാര്യയും മകളും ബസ്സിൽ നിന്ന് ഇറങ്ങുന്നു. ഇദ്ദേഹത്തിന് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം വരുന്നു. പരിഭ്രാന്തനായ ഇയാൾ, അതായത് ഭാര്യയും മകളും ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇദ്ദേഹം പരിഭ്രാന്തനാവുന്നു. കാരണം അവർക്കും ഇവിടെ പരിചയമൊന്നുമില്ല. കുട്ടിക്ക് അരയുടെ കീഴ്പോട്ട് തളർന്നതാണ്. അവരെന്ത് ചെയ്യുമെന്നറിയാതിന്റെ ഭാഗമായി അവരിറങ്ങിയത് കണ്ട് പരിഭ്രാന്തനായ ഇയാൾ കണ്ടക്ടറോട് വീണ്ടും നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് എന്ന രീതിയിൽ ആക്രോശിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ താടിക്ക് മുഖത്തും തട്ടുകയായിരുന്നു. മുഖത്ത് 2 സ്റ്റിച്ചാണ് അദ്ദേഹത്തിന് വന്നിട്ടുള്ളത്. 2 സ്റ്റിച്ച്. പല്ല് ഇളകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ട്രാഫിക് പോലീസാണ് ഇദ്ദേഹത്തെ ബീച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് കേസെടുക്കുന്നത്. കോഴിക്കോട് നഗരത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അടിക്കടി ഉണ്ടാവുകയാണ്. കഴിഞ്ഞൊരു 3 ആഴ്ചക്കിടയിൽ 4-5 സംഭവങ്ങളാണ് സ്വകാര്യ യാത്രക്കാർക്കെതിരെയും ബസ്സിൽ തന്നെ യാത്ര ചെയ്യുന്ന ആളുകൾക്കെതിരെയും ബസ് ജീവനക്കാർക്കെതിരെയും തമ്മിൽ ഇത്തരത്തിലുള്ള സംഘർഷം ഉണ്ടാവുന്നത്. 2 ആഴ്ച മുമ്പായിരുന്നു ഒരു കാർ യാത്രികരായ 3 പേരെ സ്വകാര്യ ബസ് ജീവനക്കാർ കാറിന് ബ്ലോക്ക് ചെയ്ത് മർദ്ദിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനും കുറച്ചാഴ്ചകൾക്ക് മുമ്പാണ് ബസ് ജീവനക്കാർ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യമാണ്. ഇതൊക്കെ സമയത്തെ ചൊല്ലിയിട്ടാണ്. നഗരത്തിലെ ബസ്സുകൾ ഒരു മരണപ്പാച്ചിലുകളാണ് നടത്തുന്നത്. ജനങ്ങളുടെ ജീവൻ കയ്യിൽ വെച്ചുകൊണ്ട് മരണപ്പാച്ചിലുകളാണ് നടത്തുന്നത്. ആ സമയത്താണ് ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ജനങ്ങളെ സ്ഥലത്ത് നിന്ന് പിക്ക് ചെയ്ത് അവരെ യഥാസ്ഥലത്ത് ഇറക്കേണ്ട ഉത്തരവാദിത്തം ഈ ബസ് ജീവനക്കാർക്ക് ഉണ്ട് എന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെ മറന്നുകൊണ്ടുകൊണ്ടാണ് അവർ സമയം പാലിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഒരു മരണപ്പാച്ചിലുകൾ നടത്തുന്നത്. അത് ഇത്തരത്തിലുള്ള ദാരുണ സംഭവങ്ങളിലേക്കാണ് നയിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ പെൺകുട്ടിക്ക് അരക്ക് കീഴ്പോട്ടായിരുന്നു. ആ ബസ് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഉമ്മയും മകളും ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ആ സമയത്ത് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അത് വളരെ വലിയ ഒരു അപകടത്തിലേക്ക് നയിക്കുമായിരുന്നു. ഇദ്ദേഹവും ഈ തിരൂർ സ്വദേശിയായ വ്യക്തിയും നമ്മൾ ഇന്നലെ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത്, ഞാൻ രാജ്യത്തെ 8ഓളം സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത സമയത്തൊന്നും എനിക്ക് ഇത്തരത്തിലുള്ള ദാരുണമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. കേരളത്തിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഇവിടെ മാത്രമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഇത് മറ്റൊരാൾക്കും ഉണ്ടാകാൻ പാടില്ല എന്നതിന് പ്രകാരമാണ് അദ്ദേഹം പോലീസ് നിയമ നടപടിയുമായി മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. കസബ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. അനു.